മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഒരു പുരുഷന് നൽകിയിട്ടുള്ള അവകാശം പോലെ സ്ത്രീകൾക്ക് എന്തെല്ലാം അവകാശം നൽകിയിട്ടുണ്ടോ ആ അവകാശങ്ങളൊന്നും തടയാൻ പാടില്ല. അതുകൊണ്ട് ഒരു സ്ത്രീക്ക് എപ്പോൾ പള്ളിയിൽ വരണം തോന്നിയാലും വരാനും നിസ്കരിക്കുവാനുമുള്ള സൗകര്യം പള്ളിയിലുണ്ടാകണമെന്നാണ് ഏത് കാലത്തും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമുക്ക് പറയാനുള്ളത് തന്നെയാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിയാത്തികളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തടയരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുരുഷന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് പള്ളിയിൽ പോകുവാൻ വേണ്ടി സമ്മതം ചോദിച്ചു കഴിഞ്ഞാൽ ഫലാ തംനഉഹുന്ന, നിങ്ങളവരെന്താക്കരുത്, തടയരുത് എന്ന് കൃത്യമായി പറഞ്ഞതാണ്. അതുതന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ പള്ളികളുടെ വാതിലുകൾ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഭാഗത്തുള്ള വാതിലുകൾ, അവർക്ക് നമ്മൾ എപ്പോഴും തുറന്നിട്ട് കൊടുക്കേണ്ടതാണ്. അവിടെ സുന്നികളായാലും വേണ്ടില്ല, മുജാഹിദുകളായാലും വേണ്ടില്ല, യാത്രക്കാരികളായാലും വേണ്ടില്ല, നാട്ടിലായാലും വേണ്ടില്ല, അവർക്ക് വന്ന് നിസ്കരിക്കാം. അതല്ലാതെ പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് പോലെ 5 വക്തിനും പോകണമെന്ന് മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായിട്ട് എവിടെയും പറഞ്ഞതായി കൊണ്ട് നമുക്കാർക്കും അറിയുകയില്ല എന്നുള്ളതാണ്.